എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ വളരെ വളരെ മികച്ച രീതിയിൽ നടക്കുന്നു. പലരും ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സുജിത് വാസുദേവ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. സില്ലി മോക്സ് മോളിവുഡ് ഈ ഒരു ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ആള് ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു സീനിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ആ മരം കത്തുന്ന ഒരു സീക്വൻസ്, ആ സംഭവത്തെക്കുറിച്ച് ആൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജംഗിൾ പൊളി. ആ ജംഗിൾ പൊളിയെ കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ട്. ജംഗിൾ പൊളി എന്ന് ഉദ്ദേശിച്ച അത്രേ ഉള്ളൂ. ആ സാധനം തന്നെയാണ് ആള് പറയുന്നത്. എന്താണെങ്കിലും കുറഞ്ഞ ടൈമിംഗ് ഉള്ള ഒരു വീഡിയോ ആണ്. കണ്ടു നോക്കാം എന്താ പറയണെന്ന്. ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇത് നല്ലൊരു ഇന്റർവ്യൂ ആണ്. എല്ലാവരും ആ ചാനൽ കയറിയിട്ട് കാണണം കേട്ടോ. ഓക്കെ, ആ പഴയ ലാലട്ടൻ ഫാനിനോടാണ് എൻ്റെ ചോദ്യം, ഇന്നത്തെ സുജിത് വാസുദേവനോടല്ല. ആ മരം കത്തുന്നുണ്ട്, ടീസറിൽ വന്നിട്ടുള്ള ഷോട്ടാണ്. മരം കത്തുന്നുണ്ട്, മുന്നില് മുണ്ട് മടക്കിയിട്ട്, അതായത് മുണ്ട് മടക്കിയ ഷോട്ട്, ഒരു നിരനിരയെ നിൽക്കുന്ന ഗൺമാൻസ് ഉണ്ട്. അതായത് മിക്കവാറും ഇത് മനസ്സിലാക്കൽ ഖുറേഷി മുണ്ടെടുത്ത് വന്നിട്ടുള്ള പഴയ സ്റ്റീഫച്ചായൻ വന്ന് നിൽക്കുന്ന പരിപാടിയും, എന്നാൽ ഖുറേഷിയുടെ മറ്റ് ആൾക്കാരാണ് ഒപ്പം നിൽക്കുന്നത്. ആ ഷോട്ട് എടുക്കുന്നതിന്റെ സാറിന്റെ കിക്ക് എന്തായാലും എല്ലാ സീക്വൻസിനാണ് നല്ല കിക്കാണ്. നമുക്ക് പറയുമ്പോൾ നമ്മളാണ് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കിക്ക് വേറെയാണ്. അത് വിത്തൗട്ട് സൗണ്ട് ഞാൻ DI ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോഴും എനിക്ക് കിട്ടുന്നൊരു കിക്ക് വേറെയാണ്. കാര്യം അങ്ങനെ ലാൽ സാറിനെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കുഞ്ഞും മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമല്ലേ? ഞാൻ ആ സീക്വൻസ് കൊണ്ടെത്തിച്ചിരിക്കുന്നതും അതൊരു എനിക്ക് തള്ളാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു എത്തും ചില സമയത്ത്. അതാ ചോദിച്ച അന്നത്തെ പഴയ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എങ്ങനെ പറഞ്ഞാലും, അത് വളരെ ചുരുക്കി പറഞ്ഞാലും അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അത് നിർത്തുന്നത്. അതൊരു ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഫാൻസിന് ഭയങ്കര ഒരു ആസ്വദിക്കാൻ പറ്റുന്ന സീനായിരിക്കും. ഉഗ്രൻ സീനാണ്, അതിങ്ങനെ പറയാലോ. നല്ല ഉഗ്രൻ സീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീൻ. അപ്പോൾ സംതിങ് ഗ്രേറ്റ്, ഒരു ഭയങ്കര ഇഷ്ടമാണ് സീൻ. ഇത് നോക്കൂ, ലൈക്ക് ടീസറിൽ മിന്നി മറിഞ്ഞു പോണ ഷോട്ടാ. എന്നിട്ട് അത് പോസ് ചെയ്ത് പിടിച്ച് അതിനെയാണ് ഇതിലെന്തോ സംതിങ് ഗ്രേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് വിടരുത്, അല്ലെങ്കിൽ ഓക്കെ ഒരു ഗ്ലാൻസ് ഉണ്ടാകാവൂ, ധാരണ കൊടുക്കാവൂ എന്ന് പറഞ്ഞ് വിട്ട ഷോട്ടാണ്. പക്ഷെ എത്രയും ആൾക്കാർ ഇത്രയും പ്രാക്ടിക്കലി ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കില്ല. നിങ്ങൾ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളോട് നടക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ, അതായത് അന്ന് ഇതിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഈ ഒരു സീക്വൻസ് ഒന്നും ഇല്ല അതിൽ. അതെ, അതായത് രാത്രിയിൽ ഫയർ ഉണ്ടെന്നറിയാം, ഫോറസ്റ്റിലാണെന്നുള്ളത് അറിയാം. ഇത് മാത്രം വെച്ചിട്ട് ആ സീനിനെ ഡീകോഡ് ചെയ്ത് സ്പോയിലറാക്കിയ ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ എന്നിട്ടാണ് അതിൻ്റെ സീക്വൻസ് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് ഇത്രയും പ്രാക്ടിക്കലായിട്ട് ജനങ്ങൾ എടുക്കുന്നുള്ളത്. അവര് ടീസറിൽ ഒരു 2 സെക്കൻഡാണ് അവർ പ്രതീക്ഷിച്ചത്. ഈ 2 സെക്കൻഡ് ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും അത് കിട്ടൂലെന്ന് കരുതിക്കൊണ്ടിരുന്നതായിരിക്കും അവർ വിട്ടത്. പക്ഷെ ആ 2 സെക്കൻഡ് മാത്രം സൂം ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുന്നു. അതെ, ആ സ്ഥലത്തോട്ടാണ് ഞങ്ങളത് പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് പറയാൻ ഒരു കാര്യമില്ല. ശരിക്കത് പ്രതീക്ഷിക്കണമല്ലോ. പിന്നെ എമ്പുരാൻ ഇപ്പോഴല്ലേ വരുന്നത്, അതിന് മുൻപ് ലൂസിഫർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ലൂസിഫറിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു എന്നുള്ളത് എവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ചെറിയ റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറോ അതോ ടീസറോ, എനിക്ക് തോന്നുന്നു ട്രെയിലറാണെന്ന് തോന്നുന്നു. അതിൽ ഫുൾ ബ്ലാക്കിൽ സയ്യിദ് മസൂദിനെ കാണിക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അതുപോലെ പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് മതി, ഒരൊറ്റ സെക്കൻഡ് മതി, അത് പിടിക്കും. എന്താണെങ്കിലും ആള് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സീന് ഗംഭീര സാധനം. അത് കൂടുതൽ പറയുന്ന ആള് പറയുന്നുണ്ട് തള്ളായിപ്പോവും. ശരിയാണ്. ഇപ്പൊ ഇത് വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോ ഇയാളിരുന്ന് ഇപ്പൊ തന്നെ തള്ളുകയാണല്ലോ എന്നേ വിചാരിക്കുള്ളൂ. സിനിമ കാണുമ്പോ കണ്ടിട്ട് ആസ്വദിക്കും. എന്തായാലും ഇതിന്റെ ആ സീനിന്റെ ഒരു ഇമ്പാക്റ്റ് ഇല്ലേ, അത് മൊത്തത്തിൽ ഇവർ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് ക്യാരക്ടർ റിവീലിംഗ് നടന്നപ്പോൾ മണിക്കൂട്ടൻ്റെ ക്യാരക്ടർ, പിന്നെ മുരുകൻ്റെ ക്യാരക്ടർ, അല്ലേ, ഈ 2 ക്യാരക്ടറും അങ്ങനെ ഞെട്ടിത്തരിച്ച് എന്തോ നടന്നതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ട്. പീക്ക് ലെവൽ എക്സ്പീരിയൻസ്. അതായത് അവർക്ക് എന്തോ ഒരു വലിയൊരു കാര്യം
നടന്നത് കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. തീർച്ചയായും. അത് ആ മുഖത്തുണ്ടായിരുന്നു രണ്ടുപേർക്കും. അത് റിവീൽ ചെയ്തതാണ് ഒന്ന്. പിന്നെ മഞ്ജു വാര്യർ ഇതുപോലെ ഒരു മരത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കത്തുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്രീഫച്ചായനും ടീമും, ഖുറേഷി അബ്രാമിൻ്റെ ടീം. ഏതൊക്കെ സീനുകളായിരിക്കൂലേ അതിനകത്ത് വന്നു പോകുന്നത്. അതെ, അത് തിയേറ്ററിൽ ഇതിന്റെ കുറച്ചും കൂടി ബാക്കി ഇന്റർവ്യൂ കേൾക്കണം. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഈ സീനില്ലേ ഇത് ഇങ്ങനെ വരുന്നതിന് കാരണം ഇപ്പോൾ ഈ മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ എന്താണ്, ആ സമയത്തുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കുറച്ച് ഭീകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും അത്. അപ്പോൾ ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് തിരിച്ച്. അതായത് ഇന്ന കാര്യം ചെയ്തവർക്ക് തിരിച്ചു കൊടുക്കുന്ന, അതായത് അവിടെ ചെന്ന് പണി കൊടുക്കുന്ന ശ്രീഫച്ചായനും ഖുറേഷി അബ്രാമിൻ്റെ ടീമുമാണത്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊന്നും, അതായത് മഞ്ജു വാര്യർ ആയിക്കോട്ടെ, അതിനകത്ത് വരുന്ന ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും ലാലേട്ടൻ അല്ലെങ്കിൽ സ്റ്റീഫനെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. സ്റ്റീഫനെ കണ്ടിട്ടുള്ളതൊക്കെ വൈറ്റ് ആൻഡ് വൈറ്റിൽ ദേഷ്യപ്പെടുന്നത് ചൂടാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ലൂസിഫറിൽ. പക്ഷെ ഇത്ര ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഭീകരനായിരുന്നു എന്നുള്ള കാണുന്ന സിറ്റുവേഷൻ അതായിരിക്കണം. അതവർ കണ്ടിട്ടുണ്ടാവും, കാരണം അവരൊക്കെ ലൂസിഫർ ഉണ്ടല്ലോ. ഇവിടെ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇമാതിരി സാധനം എടോ, അതായത് ഇനിയിപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ട് ആ സാധനം അത് കണ്ടിട്ടുണ്ടാവൂല. ആ ഒരു സാധനം കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ എന്തോ ചെയ്തതിന് ശേഷം ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ആകെ കണ്ടിട്ടുള്ള പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ. പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും സലാം അടിച്ചു പോയപ്പോ ആ സമയത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടവരൊന്നും ജീവിച്ചിരിപ്പില്ല, ഇല്ല, അവരൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ വേറൊരു കാര്യം പറയാം, അതിനകത്ത് പോലീസുകാരനെ കൊല്ലുമ്പോ പോലും ലാലേട്ടന്റെ ഡ്രസ് വൈറ്റ് ആണ്. അവർക്കൊക്കെ അത് മതി. ചെറിയ സാധനം, ചീള് കേസ്, ചെറിയ പുൽക്കൊടി കള പറിക്കുന്ന സമയത്ത് അതൊക്കെ മതി. കള പറിക്കുന്ന സമയത്ത് കറുപ്പിടാൻ പാടില്ല. ചൂട് കൂടുതലായിട്ട്. എന്തായാലും ലൂസിഫറിലൂടെ ബ്ലാക്ക് ഒക്കെ ഇട്ട് ഭയങ്കര ഡെവിളിഷ് ആയിട്ടുള്ള ശ്രീഫച്ചായനെ അവർ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, എമ്പുരാൻ സിനിമയിൽ ഇപ്പോൾ ഇതിൽ അഭിനയിച്ച എല്ലാവരും, ഇപ്പോൾ ടൊവിനോ ആയാലും മഞ്ജു വാര്യർ ആയാലും മറ്റുള്ള ഒരുപാട് താരങ്ങളായാലും ഇവർക്കൊന്നും നമ്മളെപ്പോലെ തന്നെ പരിപൂർണമായും ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും അറിയുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അത് ഉറപ്പല്ലേ? കാരണം ഇപ്പോൾ മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടർ ഡബ് ചെയ്യുന്ന സമയത്ത് ആള് ഇൻവോൾവ് ആയിട്ടുള്ള സീനുകളിലെ കാണാൻ സാധ്യതയുള്ളൂ, ആ ഒരു സ്ഥലം മാത്രം. അതെ. അപ്പോൾ തനിക്കുണ്ടായ ഈ ഒരു സംഭവം അത് എങ്ങനെയാണ് ഈ സിനിമയിൽ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളത് ആൾക്ക് സിനിമ കാണുമ്പോഴേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അത് ടൊവിനോയൊക്കെ വരെ പറഞ്ഞു കേട്ടില്ലേ, അത് ഞാൻ അഭിനയിച്ചു പോകുന്നു എന്നല്ലാതെ ഫുള്ളായിട്ട് അറിഞ്ഞു ഇതെന്താണെന്ന് എന്റെ സീൻ അല്ലെങ്കിൽ എന്റെ റോൾ എന്താണെന്നുള്ള സിനിമ വന്നാൽ അത് എല്ലാവരും അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ അവരെന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ആ സീനൊക്കെ ഫുൾ തിയേറ്ററിൽ കാണാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും സുജിത് വാസുദേവ് പറഞ്ഞ പോലെ ഒരു ഗംഭീര സീനാവട്ടെ. ആളുടെ ഫേവറേറ്റ് ആണ്, തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സീൻ എന്ന് പറഞ്ഞത്. തിയേറ്റർ കത്താനുള്ള സാധനമാവട്ടെ, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിനു മുൻപ് മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത്, മറ്റൊരു സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് മലയക്കോട്ടെ വാലിബൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന നമ്മുടെ ടിനു പാപ്പച്ചൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇത് തിയേറ്റർ കുലുങ്ങുന്നു. പക്ഷെ അന്ന് തിയേറ്റർ കുലുങ്ങിയില്ല. പക്ഷേ ഇത് ശരിക്കും ഇപ്പോൾ കത്താനുള്ളതാണെന്ന് പറഞ്ഞില്ലേ, ശരിക്കും അത് കത്താനുള്ളത് തന്നെയാണ്. ജംഗിൾ പൊളി തന്നെ ആയിരിക്കും അത്. ഇനി വേറൊരു കാര്യം, അന്ന് ശരിക്കും എടുത്തു വെച്ചിരിക്കുന്നത് നോക്കിയാൽ മലക്കോട്ടെ വാലിബന്റെ ആ ഒരു സീന് ആള് പറഞ്ഞ ആ ഒരു ഷോട്ടൊക്കെ വെച്ചിട്ട് ശരിക്കും തിയേറ്റർ കുലുക്കാനുള്ള മുതലുണ്ടായിരുന്നു അവിടെ ചെയ്ത് വെച്ച ഓരോ ഷോട്ട് എടുത്ത് നോക്കിയാൽ. അതാ പറഞ്ഞ അവിടെ അത് ഒന്നിച്ചൊരു സീനാക്കി മാറ്റിയപ്പോൾ സീനാക്കി മാറ്റി അതിന് കൊടുക്കേണ്ട സൗണ്ട് കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് അത് കൊടുത്തോണ്ടാണ് അത് വലിയൊരു കുലുക്കമില്ലാണ്ടായി പോയത്. അല്ലെങ്കിൽ അതൊക്കെ എജാതി സീനാണ്. ആ കാലെടുത്ത് വെക്കുന്ന സാധനമൊക്കെ പൂരപ്പറമ്പായനെ. ആളെന്തായാലും ഷൂട്ട് ചെയ്ത സമയത്ത് അത് കണ്ടിട്ട് തെറ്റായിരിക്കും. ഓരോ ഷോട്ട് ഓരോ ടേക്കിലാണല്ലോ നമ്മളിത് കാണുന്നത്, മൊത്തം ഒരു സീനായിട്ടല്ലല്ലോ കാണുന്നത്. ഒരു സീന് കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് പോലെ അല്ല ഷോർട്ടായിട്ടുള്ളത്. അപ്പൊ ആ ഷോട്ട് വെച്ചിട്ട് ആള് പറഞ്ഞതിൽ തെറ്റില്ല, സംഭവിക്കാനുള്ളത് എന്തായിരുന്നു. അയാളത് കണ്ടപ്പോ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിനകത്ത് കൊടൂര BGM ഒക്കെ കുത്തിക്കയറ്റി സാധനം ഭീകര സാധനമായിട്ടായിരിക്കുമല്ലോ ഇറങ്ങുക എന്നുള്ളത് മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും.
പക്ഷെ അത് കണ്ടപ്പോ നമുക്ക് തോന്നി ഇത് എന്തൊരു ഐറ്റം സാധനം, ഇത് ഇങ്ങനെയാണല്ലോ പ്രസന്റ് ചെയ്തതെന്നുള്ളതാണ് നമുക്കുണ്ടായ വിഷമം ഉണ്ടായെന്നുള്ളത്. അതിന്റെയൊക്കെ അപ്പുറം അതിനെയൊക്കെ മറികടക്കുന്ന ഒരു സാധനമായിരിക്കും. പിന്നെ ആള് സുജിത് വാസുദേവ് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, തള്ളുന്നില്ല. ഇത് എന്തെങ്കിലും രീതിയിൽ മാറിപ്പോയാലോ എന്നുള്ളൊരു പേടിയും കൊണ്ട് കിളി ചിലക്കുന്നു, ചിലക്കരുത് നമ്മളോടും കൂടിയാണ് അധികം ചിലക്കണ്ട, ചിലക്കണ്ട, നിർത്തി പോയിക്കോന്ന്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, പറഞ്ഞാൽ നമ്മൾ അപ്പം അനുസരിക്കും. പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.